back to Chinnus Taste Buds. ഇന്ന് നമുക്ക് ഓണം സ്പെഷ്യൽ മധുരക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ കറിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് ചെറിയ എരിവും ചെറിയ രീതിയിൽ പുളിപ്പും ഉണ്ടാകും. അതുപോലെ തന്നെ നല്ല മധുരവുമുള്ളൊരു കറിയാണിത്. അപ്പോൾ എങ്ങനെയാണ് സ്പെഷ്യൽ മധുരക്കറി തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ ബെല്ലൈക്കണിൽ ഓൾ എന്നുകൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യമേ ഞാനിവിടെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് 1 കപ്പ് പൈനാപ്പിൾ, ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള പൈനാപ്പിൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുക്കറിലല്ലെങ്കിൽ കലത്തിലോ ചട്ടിയിലാണെങ്കിലും വെക്കാം. കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 കപ്പ് പൈനാപ്പിളാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിന് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് ആദ്യമേ തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുക്കറിലാവുമ്പോൾ ഈ കറി പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടും. ഓണമൊക്കെ വരണമല്ലേ, അപ്പോൾ ഓണത്തിന് ഒരുപാട് കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്തിന് ഇങ്ങനെ കുക്കറിൽ വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുകയും ചെയ്യും. ഇനി ഇത് മൂടി വെച്ച് ഒരു 4 വിസിൽ വരുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേകുന്ന സമയത്തിനുള്ളിൽ നമുക്കിതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 പച്ചമുളകും 4 ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് ഞാനിവിടെ 2 എണ്ണം ചേർക്കുന്നുള്ളൂ. എരിവ് അധികം വേണ്ടവരാണെങ്കിൽ ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ തൈരും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ഒരു പുളി കിട്ടാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. ഈ ഒരു പാകത്തിന് അരച്ചെടുക്കണം. ഇത് പിന്നെ 4 വിസിൽ വരുന്നവരെ വേവിച്ചെടുത്തിട്ടുള്ള പൈനാപ്പിളാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നൊരു കറിയാണ്. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പൈനാപ്പിൾ കുറച്ചുകൂടി വേവിക്കണം എന്നുള്ളവർ ഒരു 5 വിസിൽ വരെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഈ ഒരു പാകത്തിനാണ് വേവിച്ചെടുക്കുന്നത്. ഇനി പൈനാപ്പിളിലേക്ക് ആ തേങ്ങ അരച്ച അരപ്പും കൂടെ ചേർത്ത് കുറച്ചുകൂടെ വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ടിതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ പഞ്ചസാര ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ അതിന് പകരമായിട്ട് അതേ അളവിൽ പഞ്ചസാര ചേർത്താൽ മതി. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരം ഞാൻ ഇച്ചിരി മധുരം കൂടുതൽ ഇടുന്ന ആളായതുകൊണ്ടാണ് അത്രയും മധുരം ചേർക്കുന്നത്. നിങ്ങൾക്ക് മധുരം കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രം ചേർത്താൽ മതി. കണ്ടൻസ് മിൽക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഇനി അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഒന്നുകൂടെ ഈ പൈനാപ്പിൾ ഈ മധുരത്തിൽ കിടന്ന് ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ കുറച്ച് നേരം വരെ നമുക്കൊന്നുകൂടി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എരിവിൻ്റെ അളവ് കൂട്ടണം എന്നുണ്ടെങ്കിൽ പച്ചമുളക് കൂടുതൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് പുളി വേണമെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് തൈരാണെങ്കിലും കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരക്കറി എന്ന് പറയുമ്പോൾ മധുരം കുറച്ച് മുന്നിട്ട് നിൽക്കണമല്ലോ. പിന്നെ ഇതിലേക്ക് കുറച്ച് ചെറീസ് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചെറീസും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ആ സമയത്തിന് ഒരു ചെറിയ ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഈ കറി ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയാണ്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് ഈ കോൺഫ്ലോർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ട കെട്ടാതെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതും കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ കറി നല്ലൊരു കുറുകിയ പാകത്തിന് തയ്യാറായി കിട്ടും. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോൺഫ്ലോർ മിക്സും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ തന്നെ ആ പൈനാപ്പിളിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ല് തന്നെ വരുന്നുണ്ട് കറിക്ക്. ഇപ്പോൾ കോൺഫ്ലോർ ചേർത്തപ്പോൾ തന്നെ കുറുകിയും വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഒരു 5 മിനിറ്റ് വരെ ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം.
5 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇനി കറി ഒന്ന് താളിച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് 3 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്താലും മതി. നെയ്യാകുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കുള്ളൂ നമ്മുടെ മധുരക്കറിക്ക്. അപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു 4-5 കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട്സ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് റൈസിൻസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനൊന്നും പ്രത്യേക അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാവുന്നതാണ്. പിന്നെ കാഷ്യൂ നട്ട്സ് വഴറ്റുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റാനായിട്ട്. അതിലേക്ക് റൈസിൻസും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടിതൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു പാകത്തിന് വഴറ്റിയെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നമ്മുടെ മധുരക്കറിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ മധുരക്കറി തയ്യാറായിട്ടുണ്ട്. ഓണം സ്പെഷ്യൽ മധുരക്കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.